ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഓസ്കാർ ഫിഷിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഓസ്കാർ ഫിഷിനെ വാങ്ങുന്നതിന് മുമ്പേ എന്തൊക്കെ ശ്രദ്ധിക്കണം, അവരുടെ ജനറൽ ബിഹേവിയറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവരുടെ ബിഹേവിയർ പോവാം. ഇവർ ആക്ച്വലി ഒരു അഗ്രസീവ് അല്ലെങ്കിൽ സെമി അഗ്രസീവ് കാറ്റഗറി വരുന്ന ഫിഷാണ്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് അവോയ്ഡ് ചെയ്യുക. എന്നാൽ നിങ്ങളൊരു ഏഞ്ചൽ ഫിഷ്, ഗോൾഡ് ഫിഷ്, പ്ലേറ്റി മോളി ഇതേപോലത്തെ ഫിഷിനെയൊക്കെ നിങ്ങൾ വളർത്തി എക്സ്പീരിയൻസ് ഉണ്ട്, ഇനി നിങ്ങൾക്ക് ഒരു മോൺസ്റ്റർ ഫിഷിലോട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം തന്നെ നിങ്ങൾക്ക് ഓസ്കാറിനെ ചൂസ് ചെയ്യാന്നുള്ളതാണ്. അവരുടെ ബിഹേവിയർ കണ്ട് നിങ്ങൾക്ക് ആക്ച്വലി മോൺസ്റ്റർ ഫിഷിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് പതുക്കെ പഠിച്ചെടുക്കാൻ സാധിക്കും. ഇവരെ ആക്ച്വലി സൗത്ത് അമേരിക്കൻ സിക്ലറ്റിൽ വരുന്ന ഫിഷാണ്. അതുകൊണ്ട് തന്നെ ടാങ്ക് മൈറ്റ് ചൂസ് ചെയ്യുമ്പോൾ സൗത്ത് അമേരിക്കൻ സിക്ലറ്റ് വെറൈറ്റി വരുന്ന ടാങ്ക് മൈറ്റ്സിനെ ചൂസ് ചെയ്യുക. ഞാൻ ടാങ്ക് മൈറ്റ്സിന്റെ വീഡിയോ വേറെ തന്നെ ഇടണം, എന്ന് വെച്ചാൽ അതൊരു വലിയ ഒരു കാറ്റഗറി തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഇനി നമുക്കിനി ഇവരുടെ ടൈപ്സിലോട്ട് വരാം. ആക്ച്വലി ഇവർ ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു ടൈപ്പാണ് ടൈഗർ ഓസ്കാർ. അതേപോലെ തന്നെ ആൽബിനോ ടൈപ്പും ഉണ്ട്. പിന്നെ ഇപ്പോൾ പുതിയ ടൈപ്പായിട്ടുള്ള ലെമൺ ഓസ്കാർ, അതേപോലെ തന്നെ പല കളറിൽ ഇവർ ആക്ച്വലി അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഇവർ എല്ലാ പെറ്റ് സ്റ്റോറിലും ഏറ്റവും നല്ല രീതിയിൽ അവൈലബിൾ ആയി വരുന്ന ഒരു മോൺസ്റ്റർ ഫിഷാണ് ഓസ്കാർ. ഇനി നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടാങ്ക് സൈസ്. ടാങ്ക് സൈസ് ഒരു 3 feet തൊട്ട് ഒരു 5 feet വരെയാണ് വൺ പെയറിന് ആക്ച്വലി ആക്യുറേറ്റ് ആയിട്ടുള്ളത്. വൺ പെയർ എന്ന് പറയുമ്പോൾ ഇവർ അഗ്രസീവ്നെസ് അനുസരിച്ചാണ് ഈ ടാങ്ക് സൈസ് വരുന്നത്. എന്തായാലും മിനിമം ഒരു 3 foot എങ്കിലും നിങ്ങൾ ഒരു പെയറാണ് വയ്ക്കുന്നതെങ്കിൽ വാങ്ങാൻ ശ്രമിക്കുക. ഓസ്കാർ ഫിഷ് ആക്ച്വലി ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. നിങ്ങൾ ഏത് ടൈപ്പ് ഫീഡിങ്, അതായത് പെല്ലറ്റ് ആണോ ഫ്രോസൺ ആണോ, ഏത് ടൈപ്പ് ഫുഡ് കൊടുത്താലും തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ അവർ ഫുഡ് എടുത്ത് തുടങ്ങും, പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇവർ വേസ്റ്റ് പ്രൊഡ്യൂസും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ഫിൽട്രേഷൻ സിസ്റ്റം തന്നെ വയ്ക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ വെള്ളം പെട്ടെന്ന് കലങ്ങാനും അത് മാത്രമല്ല ഫിഷ് ഡെഡ് ആവാനും ചാൻസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഡെക്കറേഷൻസ് ഒന്നും വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ആക്ച്വലി ഒരു സിമ്പിൾ ഡെക്കറേഷൻ ആയ കുറച്ച് റിവർ സ്റ്റോണും ഡ്രിഫ്റ്റ് വുഡും അങ്ങനെയുള്ള ചെറിയ ഇത് വയ്ക്കാൻ ശ്രമിക്കുക. ആക്ച്വലി ഓസ്കാർ ഫിഷ് നല്ല വലുതാവും. അതുപോലെ തന്നെ ഇവർ ആക്ച്വലി ഇതെല്ലാം ഡിസ്റ്റർബ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ചുള്ള മിനിമൽ ആയിട്ടുള്ള പോയിന്റ് അല്ലാത്ത സ്റ്റോൺസ് ഒക്കെ വെച്ച് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് ഇവിടെ മെയിൽ ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ നോക്കാം. കുറച്ച് ടഫാണ് ഇവിടെ മെയിൽ ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 5 പെയർ ഫിഷിനെ വാങ്ങുക, ഒരുമിച്ച് വിടുക. നാച്ചുറലി തന്നെ ഒരു 1.5 year കഴിയുമ്പോൾ തന്നെ ഇവർ ആക്ച്വലി നാച്ചുറലി പെയർ ആവും. ഇതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ്. പിന്നെ ഇതല്ലാതെ കുറേ വേറെ മെത്തേഡ് ഉണ്ട്, പക്ഷെ അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കാം. സപ്പോസ് നിങ്ങളൊരു 2 ജോഡി ഓസ്കാർ ഫിഷിനെ വാങ്ങിയെന്ന് വിചാരിക്കുക. ഒരു ജോഡി ടൈഗർ ഓസ്കാറും നോർമൽ ടൈഗർ ഓസ്കാറും ഒരു ജോഡി ആൽബിനോ ടൈഗർ ഓസ്കാറും വാങ്ങിയെന്ന് വിചാരിക്കുക. ഇവർ തമ്മിൽ അഗ്രഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആദ്യം വരില്ല, ഒരു 3-4 month കഴിയുമ്പോൾ ഒരു മെച്യൂർ സ്റ്റേജ് എത്തുമ്പോൾ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ കളർ ആക്ച്വലി ഒരു ശ്രദ്ധിച്ചെടുത്താൽ ഈ അഗ്രഷൻ കുറയ്ക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആൽബിനോ വെറൈറ്റി ആണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വെറൈറ്റി മാത്രം ചൂസ് ചെയ്യുക. 2-3 ടൈപ്പ് ഉണ്ട് ആക്ച്വലി ആൽബിനോ വരുന്നത്. നിങ്ങൾ നോർമൽ വെറൈറ്റി ആണെങ്കിൽ കോപ്പറോ അല്ലെങ്കിൽ സാധാ ടൈഗർ ഓസ്കാറോ വാങ്ങാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അഗ്രഷൻ കുറയ്ക്കാൻ സാധിക്കും. അത് മാത്രമല്ല ഈ ഡെക്കറേഷൻസ് അവോയ്ഡ് ചെയ്താലും ആ ടെറിട്ടോറിയൽ ആ ഒരു ബിഹേവിയർ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതാണ് ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ഓസ്കാറിനെ പറ്റി അറിയേണ്ടത്. ഇതിന് വിശദമായി ഇനി നമുക്ക് ഇവരുടെ ടാങ്ക് മൈറ്റ്സ് അറിയാനുണ്ട്, ഇവരുടെ ബ്രീഡിങ്ങും അറിയാനുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് പറയാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിലാണ്.